നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ രാജേഷിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മണിക്കുട്ടൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വമായിരുന്നു ഇന്നത്തെ പ്രധാന രാഷ്ട്രീയ ചർച്ച. മണിക്കുട്ടൻ INTUC നേതാവിൻ്റെ മകനാണെന്നും കോൺഗ്രസ് പശ്ചാത്തലമാണ് അയാൾക്കെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേസിലെ പ്രതികളിൽ ഒരാൾക്ക് BMS ബന്ധമുണ്ടെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. മണിക്കുട്ടൻ്റെ പിതാവ് തങ്കമണി INTUCയുടെ പ്രവർത്തകനാണ്. INTUC പ്രവർത്തകനായിട്ട് ഇപ്പോഴും നടക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ പ്രതിയായിട്ടുള്ള മണിക്കുട്ടൻ. ഇപ്പോൾ പ്രതിയായിട്ട് സംശയിക്കപ്പെടുന്ന പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രമോദ്, അദ്ദേഹം ഒരു BMSകാരനായ പ്രേമൻ്റെ മകനാണ്. അങ്ങനെയുള്ള വിവിധ രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിരിക്കുന്നത്. എന്നാൽ കോടിയേരിയെ പാടെ തള്ളിയ KPCC അധ്യക്ഷൻ MM ഹസൻ മണിക്കുട്ടൻ CPMകാരനാണെന്ന് തറപ്പിച്ചു പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ബൂത്ത് കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു മണിക്കുട്ടനെന്നും ഹസൻ കോടിയേരിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മണിക്കുട്ടന് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ആധികാരികമായി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ എടവക്കോട് വാർഡിലെ ബൂത്ത് നമ്പർ 144 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF കമ്മിറ്റിയുടെ ബൂത്ത് കൺവീനറായിരുന്നു ഈ മണികണ്ഠനെന്ന് മണിക്കുട്ടനെന്ന് കോടിയേരി ബാലകൃഷ്ണന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിലെ MLA ആണ്, സർക്കാർ മന്ത്രിസഭയിലെ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയാണ്. അദ്ദേഹത്തെ പരിശോധിച്ചാൽ ഈ മണിക്കൂറിനെ എത്ര പ്രാവശ്യം കടകംപള്ളി വിളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. എന്നാൽ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താൻ DGPക്കും കഴിഞ്ഞില്ല. കൊലപാതകത്തിന് കാരണമെന്തെന്ന ചോദ്യത്തിന് എങ്ങും തൊടാതെ മറുപടി പറഞ്ഞൊഴിയുകയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പോലീസ് ഭാഷയിൽ വിശദീകരിക്കുകയും ചെയ്തു ബെഹ്റ. പറയുന്ന വ്യക്തിപര അവരുടെ തമ്മിലെ പ്രശ്നങ്ങളോ 2-3 വർഷമായിട്ട് നടക്കുന്നുണ്ടോ, സംബഡി സേയിങ് ദാറ്റ് ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ. അപ്പോൾ ഫസ്റ്റ് ഇൻട്രോഗേഷൻ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. അതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് ഈ വിഷയത്തിലുണ്ടായത് രാജ്ഭവൻ കേന്ദ്രീകരിച്ചായിരുന്നു. RSS പ്രവർത്തകന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവർണർ മുഖ്യമന്ത്രിയെയും പോലീസ് മേധാവിയെയും രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി. അക്രമികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ഗവർണർ അറിയിച്ചു. സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ച് ആശങ്ക കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. തലസ്ഥാനത്ത് RSS പ്രവർത്തകന്റെ കൊലപാതകത്തെ തുടർന്നുണ്ടായ സാഹചര്യം വിലയിരുത്താനാണ് മുഖ്യമന്ത്രിയെയും പോലീസ് മേധാവിയെയും ഗവർണർ വിളിച്ചു വരുത്തിയത്. അക്രമം അമർച്ച ചെയ്യാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഗവർണർ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചു. പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തെന്ന് മുഖ്യമന്ത്രി ഗവർണറെ അറിയിച്ചു. അക്രമികൾക്കെതിരെ രാഷ്ട്രീയ നിറം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഗവർണർക്ക് ഉറപ്പ് നൽകി. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മൻ രാജശേഖരനുമായും RSS മേധാവിയുമായും ചർച്ച നടത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി ഗവർണറുടെ ഓഫീസിന്റെ വാർത്താക്കുറിപ്പ് വ്യക്തമാക്കി. തുടർന്ന് പൊതുപ്രസ്താവന നടത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായും വാർത്താക്കുറിപ്പ് പറയുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ വിളിച്ച ഗവർണർ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ അറിയിക്കുകയും ചെയ്തു. നേരത്തെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച രാജ്നാഥ് സിംഗ് സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ച ആശങ്ക അറിയിച്ചിരുന്നു. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. അക്രമം അമർച്ച ചെയ്യാൻ സർക്കാർ സ്വീകരിച്ച നടപടിയിൽ രാജ്നാഥ് സിംഗ് സംതൃപ്തി രേഖപ്പെടുത്തിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ M നൌഷാദ് MLA, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ M നൌഷാദ്, ഇതിപ്പോൾ താങ്കൾ കേട്ടുവല്ലോ ശ്രീ MM ഹസന്റെ ഇന്നത്തെ വിശദീകരണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എളവക്കോട് വാർഡിലെ 144 നമ്പർ ബൂത്തിലെ LDFന്റെ ബൂത്ത് കൺവീനറായിരുന്നു, CPMന്റെ ഭാഗമായി LDFന്റെ ബൂത്ത് കൺവീനറായിരുന്നു ഈ കേസിലെ പ്രധാന പ്രതി മണിക്കുട്ടൻ. ഇക്കാര്യത്തിൽ കോടിയേരി പറഞ്ഞതല്ല വസ്തുത എന്നാണ് MM ഹസൻ തിരുത്തുന്നത്. താങ്കൾ അന്വേഷിച്ചോ യഥാർത്ഥത്തിൽ ഈ പ്രതി CPM പ്രവർത്തകനോ അല്ലെങ്കിൽ CPM അനുഭാവിയോ അല്ലെങ്കിൽ LDFന്റെ ഒരു അനുഭാവിയോ ആണോ എന്ന കാര്യത്തിൽ? വിജയകുമാറെ, CPMന് ശ്രീ രാജേഷിന്റെ കൊലപാതകത്തിൽ രാഷ്ട്രീയമായ പങ്കില്ല എന്ന് വളരെ അസന്നിഗ്ധമായി CPMന്റെ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു കഴിഞ്ഞു.
ഇതിൽ പ്രതിയേർക്കപ്പെട്ടിട്ടുള്ളവർ, ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരും ഒരു രാഷ്ട്രീയ കൊലപാതകം എങ്ങനെയാണ് രൂപപ്പെടുന്നത്, എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരല്ല കേരളത്തിലുള്ളത്. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമേ അല്ല. അവർ തമ്മിലുണ്ടായ ഗ്യാങ്ങുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ തുടർച്ചയെന്നോണം ശ്രീ രാജേഷ് കൊല ചെയ്യപ്പെടുകയായിരുന്നു. അതിൽ മണിക്കുട്ടൻ എന്നുള്ള തരത്തിൽ കേരളത്തിൽ ആരെ എടുത്താലും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധമുള്ളവരായിരിക്കും മുൻകാലങ്ങളിലെങ്കിലും. എന്നാൽ അതിനേക്കാൾ മുമ്പേ ഈ മണിക്കുട്ടൻ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. അതുകൊണ്ട് കോൺഗ്രസ്സുകാരാണ് ചെയ്തതെന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ പറയുന്നില്ല. മാത്രമല്ല, ഇപ്പോ MMSന്റെ നിലപാട് മോൻ ചത്താലും വേണ്ടിയില്ല മരുമോളെ കണ്ണീര് കണ്ടാ മതി എന്നുള്ള തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളാണ്. എപ്പോഴും ഏതിനും CPM അക്രമം എന്ന തരത്തിൽ യാതൊരു പങ്കുമില്ലാത്ത വിഷയത്തിൽ CPMനെ പ്രതിയേർക്കപ്പെടാനുള്ള എന്തൊരു വ്യഗ്രതയാണ് ഇവർ കാണിക്കുന്നത്. ഈ സമൂഹത്തോട് ഇത്രയെങ്കിലും താല്പര്യവും സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ഈ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയുമോ? ഇപ്പോ ഈ കേരളം ഒട്ടുക്ക് ഇപ്പൊ BJP ഹർത്താൽ നടത്തി. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ കൊലപാതകമേ അല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതൊരു മലയാളിക്കും മനസ്സിലാകുന്നത്. രണ്ട് ഗ്യാങ്ങുകൾ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നൊരു കൊലപാതകത്തെ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മേൽ കെട്ടിവെച്ച് നാട്ടിൽ അതിന്റെ പേരിൽ അങ്ങേയറ്റം അക്രമവും അരാജകത്വവും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമമാണ് നടത്തുന്നത്. BJPക്ക് അത് നടത്തേണ്ടതായിട്ടുണ്ട്. അവരുടെ സാഹചര്യം അങ്ങനാണ്. കാരണം ഇപ്പോ ഈ നടുക്കടലിൽ കിടന്ന് വെള്ളം കുടിക്കുന്ന അവസ്ഥയിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഈ വീണ് കിട്ടിയ ഒരു അവസരം എന്നുള്ള തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിൽ കേരളത്തിൽ ഞായറാഴ്ച ഉൾപ്പെടെ ഹർത്താൽ പ്രഖ്യാപിച്ചു. രാത്രി 10:30 മണിക്ക് ശേഷം ഹർത്താൽ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് നിലത്തിൽ അവർ അകപ്പെട്ടിരിക്കുന്ന കോഴ വിവാദത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനും ഇതൊരു CPM BJP സംഘർഷമാക്കി മാറ്റി തീർക്കാനുമുള്ള ബോധപൂർവമായ പരിശ്രമമാണ്. അതിന് ആവശ്യമായ വിത്തും വെള്ളവും അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക, വളവും നൽകുക എന്നുള്ള പ്രവർത്തനമാണ് ശ്രീ MMS നടത്തിയിട്ടുള്ളത്. എന്നാണ് അവർ ഈ BJPക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളതും ഏറ്റവും പേരെ രക്തസാക്ഷികളായിട്ടുള്ളതും CPM എന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരാണ്. ആ വസ്തുത എല്ലാവരും മറന്നുപോകുന്നു. കൊല ചെയ്യപ്പെടുന്നത് CPMകാരനാണെങ്കിലും CPM BJP സംഘർഷം എന്ന തരത്തിലാണ് വാർത്തയുണ്ടാകുന്നത്. ആക്രമിക്കുന്നവനും ആക്രമിക്കപ്പെടുന്നവനെയും ഒരേ തരത്തിൽ കാണുന്ന പ്രവണത അംഗീകരിക്കാൻ വേണ്ടി കഴിയുമോ? കേരളത്തിലെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തപൂർവ്വം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് CPM. ഞങ്ങൾക്ക് അക്രമം ഞങ്ങളുടെ ഒരു മാർഗമേ അല്ല. ശരി ശരി, ഞാൻ വരാം ശ്രീ നൗഷാദ് വരാം. ശ്രീ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് BJP ഉറപ്പിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി വൈകിയും ഒരു ഞായറാഴ്ച തലേന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. അതിൻ്റെ ഭാഗമായി ഇന്ന് സംസ്ഥാനത്തൊക്കെ ഒരു സംഘർഷ അവസ്ഥ നിലനിൽക്കുകയാണ്. എല്ലായിടത്തും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഒരു സംഘർഷ അവസ്ഥ സംസ്ഥാനത്തെമ്പാടും നിലനിൽക്കുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് BJP ഉറപ്പിക്കുകയല്ലേ, അങ്ങനെ ആവണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് കാര്യങ്ങൾ ചെയ്തതുപോലെയുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വസ്തുത എന്താണെന്ന് BJP അന്വേഷിച്ചോ? ഈ ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, സംഘർഷാവസ്ഥ അല്ലെങ്കിൽ BJP CPM സംഘർഷമൊന്നും നിലനിൽക്കുന്ന സ്ഥലമല്ല, മറ്റു ചില വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്ന് പോലീസ് കേന്ദ്രങ്ങൾ അനൗപചാരികമായിട്ടാണെങ്കിലും സൂചിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ ഏതെങ്കിലും ഒരു പോലീസ് ഉന്നതനെ കോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, അങ്ങനെ അനൗപചാരികമായിട്ട് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന എന്തൊക്കെ വിവരങ്ങളാണ് BJPയുടെ പക്കൽ ഇപ്പോഴുള്ളത്? വിജയകുമാറെ, ചാനലിൽ വന്നിരുന്നത് തോന്നിവാസം വിളിച്ചു പറയരുത്. MLA അല്ല ആരായാലും രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് ഇവർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരത്തെ കഴിഞ്ഞ കൗൺസിലർമാരുടെ തെരഞ്ഞെടുപ്പിൽ 1076 സീറ്റുകളുള്ള CPMൽ നിന്ന് ഏതാണ്ട് 6 സീറ്റിന് മാത്രമാണ് ഇന്ന് വ്യത്യാസം. അങ്ങനെ ഇടതുപക്ഷങ്ങളുടെ കോട്ടകൾ തകർന്നു പോയപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ പറഞ്ഞ എടവക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാസമായിട്ട് സംഘർഷമാണ്. ഈ എടവക്കോട് എന്ന് പറയുന്ന ദളിത് കോളനിയാണ്. ആ ദളിത് കോളനി CPMന്റെ ശക്തി കേന്ദ്രമായിരുന്നു. ആ ദളിത് കോളനിയിലെ മുഴുവൻ ആളുകളും CPM വിട്ട് BJP ചേർന്നു. ആ BJP ചേർന്നതിന്റെ പ്രതികാരം ചേർത്തത് ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന നന്നായി
കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരു ദളിത യുവാവ്, ഒരു വിശ്വകർമ്മ യുവാവാണ് ഈ രാജേഷ്. ആ രാജേഷിനെ വകവരുത്തിക്കൊണ്ട് അത് വെറുതെ ചെറിയ രീതിയിലല്ല, കൃത്യമായ കണ്ണൂർ മോഡലിൽ ഇത് 1, 2 ഇത് 3ാമത്തെ കൊലപാതകമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ആദ്യം വിഷ്ണു എന്ന ദളിത ചെറുപ്പക്കാരനെ കൊന്നു, രണ്ടാമത് അനിലിനെ കൊന്നു, ഇപ്പൊ രാജേഷിനെ കൊന്നു. എന്നിട്ട് ഈ ചാനലിൽ വന്ന് ഞെളിഞ്ഞിരുന്ന് നാണക്കേട് പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാ, ചെയ്തു പോയത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. കണ്ണൂർ മോഡലാണ് ഇവിടെ നടത്തുന്നത്. കൈവെട്ടിക്കളഞ്ഞു, കാല് വെട്ടിക്കളഞ്ഞു. ഇത്ര കൃത്യമായിട്ട് കൊലപാതകം ആസൂത്രണം ചെയ്തത് കാരായി രാജനുമായി ബന്ധപ്പെട്ടവരാ. ഞാൻ ചോദിക്കട്ടെ, 2 ദിവസമായില്ലേ അവിടെ ഗവൺമെന്റ് നിരോധനാജ്ഞ പോലെയുള്ള പ്രത്യേക വകുപ്പുകൾ പ്രഖ്യാപിച്ചില്ലേ? അത് ആ ഗവൺമെന്റ് പ്രഖ്യാപിക്കുമ്പോ പോലീസിന്റെ മുമ്പിൽ വെച്ച് പോലീസിനെ നോക്കി നിർത്തിയിട്ടല്ലേ ഞങ്ങളുടെ ഓഫീസ് അടിച്ച് തകർത്തത്? ആരാണ് അക്രമം ഉണ്ടാക്കിയത്? ആദ്യം വാർഡ് കൗൺസിലറുടെ വീട്ടിൽ കയറിയത് ആരാ? ആദ്യമായിട്ട് ഒരു വീട്ടിൽ കയറി വീട്ടുകാരെന്തു പഠിച്ചു? ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പാവ അമ്മമാരുടെ കണ്ണുനീര് കണ്ട് മതിയായില്ലേ? ചെറുപ്പക്കാരുടെ രക്തം കുടിച്ചിട്ട് മതിയായില്ലേ ഇവന്മാർക്ക്? ഇവിടുത്തെ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഈ കേരളത്തിലെ ചെറുപ്പക്കാരുടെ രക്തം കുടിച്ചും മതിയായില്ലേ? ലോകത്തിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അക്രമത്തിന്റെ ബീജമുള്ളതാ കമ്മ്യൂണിസം. ഇവരുടെ പിണറായി വിജയൻ 1ാം പ്രതി ഒരു കേസിൽ, അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ 1ാം പ്രതി, ഇവരുടെ ജയരാജന്മാർ 1ാം പ്രതി, ഇവരുടെ നേതാക്കന്മാരെല്ലാം കേസിലെ പ്രതികളാ. പക്ഷെ ഒരു പെറ്റി കേസ് പോലും ഇല്ല ബി.ജെ.പിയുടെ നേതാക്കന്മാർക്ക്. ഞങ്ങൾ അക്രമത്തിന് കൂട്ടു നിൽക്കാറില്ല. തിരുവനന്തപുരത്ത് 3 പേരെയാ കൊന്നത്. 160 കേസുകളാ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വന്ന് അടിക്ക് ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുക, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ബി.ജെ.പിയെ തകർക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം. ബീന എന്ന് പറഞ്ഞ വാർഡ് കൗൺസിലർ, ആ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടത്തുന്ന സ്ത്രീയാ. ആ സ്ത്രീയുടെ വീടാണ് ആക്രമിച്ചിരിക്കുന്നത്. രമേശിന്റെ വീടാണ് ആക്രമിച്ചിരിക്കുന്നത്. നടരാജ് കണ്ണന്റെ കട കുത്തി തുറന്ന് പൊളിച്ച് 15,000 രൂപ മോഷ്ടിച്ചു കൊണ്ടുപോയി ഇവന്മാര്. ഈ കണ്ണൂര് പോലെ തിരുവനന്തപുരത്തെ ആക്കുക. എന്നിട്ട് ഇവിടെ വന്നിരുന്നു പറയുക ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾ അക്രമം നടത്തിയിട്ടില്ല. ഇതാണല്ലോ ടി.പി. ചന്ദ്രശേഖരൻ വധം നടത്തിയപ്പോഴും ഇവർ പറഞ്ഞത്, ഇതാണല്ലോ ഫസൽ വധം നടത്തിയപ്പോഴും ഇവർ പറഞ്ഞത്. ഇതിപ്പോൾ ഇതിൽ ഉയരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പോലീസിന് തീർത്തു പറയാൻ കഴിയുന്നുമില്ല. കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷമാണ് DGP-യോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയത്. DGP-ക്ക് ഇക്കാര്യത്തിൽ വേറൊന്നും പറയാനുണ്ടായിരുന്നില്ല. അത് എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിച്ചു വരികയാണ് എന്നതാണ്. രാഷ്ട്രീയമായി ഇതൊരു രാഷ്ട്രീയ കൊലപാതകം, രാഷ്ട്രീയവും വ്യക്തിപരവുമായ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്നാണ് മനോജ് എബ്രഹാമിൻ്റെ വിശദീകരണം. രാഷ്ട്രീയമായ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോളനിയിൽ നടന്ന ചില സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ. അതിൽ ഒരു ഭാഗത്തെ രാജേഷ് എന്ന ഈ RSS നേതാവ് പ്രതിദാനം ചെയ്തിരുന്നു. ആ ഭാഗത്തിന് എല്ലാ പിന്തുണയും രാജേഷ് കൊടുത്തിരുന്നു. അതിന് ബദലായി രാജേഷിനെ ആക്രമിച്ചു എന്നതാണ് അവിടുത്തെ രാഷ്ട്രീയ കാരണം. സ്വാഭാവികമായും രാഷ്ട്രീയവും വ്യക്തിപരവുമായ കാരണമെന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയ കാരണം CPM-ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില നിലപാടുകൾ ഈ രാജേഷ് എന്ന ചെറുപ്പക്കാരൻ അവിടെ സ്വീകരിച്ചു എന്നതല്ലാതെ മറ്റെന്താണ്? അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വേരുകൾ CPM-ന്റെ പ്രവർത്തകരിലേക്ക് പോകും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഇതിന് പ്രാദേശിക തലത്തിൽ ഗൂഢാലോചനയ്ക്ക് സഹായിച്ച, ഈ കൃത്യത്തിന് സഹായിച്ചവരെ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു, അവരുടെ അറസ്റ്റ് വൈകാതെ ഉണ്ടാകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ വിരൽ ചൂണ്ടൽ അല്ലെങ്കിൽ ആരുടെ നേർക്കാണ് വിരൽ ചൂണ്ടുക? സ്വാഭാവികമായും അത് CPM-ന് നേരെ തന്നെയാണ്. എന്താണ് അക്കാര്യത്തിൽ സംശയം? എന്നോടാണ് വിജയകുമാറേ? അല്ല, ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന് ചാനലിൽ വന്നിരുന്നിട്ട് ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് ഉപയോഗിക്കാം. വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് പ്രേക്ഷകർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തോന്നിയാസം എന്നൊക്കെ പറയുന്ന ഭാഷ നമ്മുടെ ഒരു സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഓരോരുത്തരുടെ സംസ്കാരത്തിനനുസരിച്ചല്ലേ അവർ വർത്തമാനം പറയൂ, അവർ ശീലിച്ചതല്ലേ അവർ പാടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയാൻ പോകുന്നില്ല. അതൊക്കെ അവരവരുടെ സംസ്കാരത്തിനനുസരിച്ചായിക്കോട്ടെ. കേരളത്തിൽ കൊലപാതകം നടത്തിയിട്ട് തല അറുത്ത് മാറ്റി കിലോമീറ്ററുകൾക്കപ്പുറം കൊണ്ടുവന്ന് പാലത്തിൽ പ്രദർശിപ്പിച്ച് മങ്കൊമ്പല സഖാവ് തങ്കപ്പന്റെ തല ശരീരത്തിൽ നിന്നും അറുത്തെടുത്ത് കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു BJP, RSS. അതുപോലെ തന്നെ ഇപ്പൊ കൊല്ലത്ത് സുനിൽകുമാറിന്റെ വീട്ടിൽ അമ്മയുടെയും ഭാര്യയുടെയും കുഞ്ഞിന്റെയും മുമ്പിലിട്ട് വെട്ടിക്കൊന്നിട്ട് ആ കൈ വെട്ടിയെടുത്ത് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള പോസ്റ്റിൽ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയെടുത്തു. അതുപോലെ കേരളം ആകെ അറിയപ്പെടുന്ന സഖാവ് P. ജയരാജന്റെ തിരുവോണനാളിൽ
വീട്ടിൽ കയറി എല്ലാവരും ആഘോഷത്തിൽ തിരുവോണം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിനൊരു സംസ്കാരമുണ്ട്. ആ തിരുവോണ നാളിൽ വീട്ടിൽ കയറി ആക്രമിച്ച് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോയതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മനോബലം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നും ഈ കേരള സമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് മുൻനിരക്കാരനായി നിൽക്കുവാൻ പി ജയരാജന് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കേരളമൊട്ടാകെ എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഇപ്പൊ കാഞ്ഞർക്കാട്ട് പിതാവിനെ തിരക്കി വന്നു, കിട്ടിയില്ല. 8 വയസ്സുള്ള ഫഹദ് എന്ന പിന്നെ കൊച്ചു കുഞ്ഞിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംസ്കാരമാണ് ഇവർക്കുള്ളത്. അതുപോലെ തിരുവനന്തപുരത്ത് പിന്നെ മുനിസിപ്പൽ ജീവനക്കാരനായിരുന്ന നാരായണൻ നായരെ മകനെ തിരക്കി വന്നു, കിട്ടിയില്ല, അച്ഛനെ കൊലപ്പെടുത്തി. അങ്ങനെ ആരെ കിട്ടിയില്ലെങ്കിലും മക്കളെ കിട്ടിയില്ലെങ്കിൽ അച്ഛനെ കൊല്ലുന്ന സംസ്കാരമുള്ള RSSനും BJPക്കും കേരളത്തിൽ ഈ ചാനലിൽ വന്നിരുന്നിട്ട് എന്തൊരു സാംസ്കാരിക പ്രവർത്തനം അല്ലെങ്കിൽ വർത്തമാനമാണ് പറയുന്നത്. ഇത് കേരള സമൂഹത്തിൽ നന്നായിട്ടറിയാം. എന്നും ഫാസിസ്റ്റ് സംഘടന അവരുടെ ഫാസിസ്റ്റ് മുഖം എപ്പോഴും കാണിച്ചുകൊണ്ടേയിരിക്കും. ഒരു സംഘടനയെ കായികമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഏറ്റവും ആദ്യം കേരളത്തിൽ ഇല്ലാതാകുന്നത് ഈ സംഘടനയായിരുന്നു. ഇവിടെ BJP മാത്രമല്ല, കോൺഗ്രസ്സുകാരും ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്ന അഴീക്കോടൻ രാഘവൻ ഇവിടെ കൊല ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ MLA ആയിരുന്ന കുഞ്ഞാലി കൊല ചെയ്യപ്പെട്ടു. മുനിസിപ്പൽ ചെയർമാനായിരുന്ന ചാവക്കാട് മുനിസിപ്പൽ ചെയർമാനായിരുന്ന വത്സലൻ കൊല ചെയ്യപ്പെട്ടു. അപ്പൊ ജനപ്രതിനിധികളായതുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജനകീയ നേതാക്കന്മാരെ ഉൾപ്പെടെ വകവരുത്തുന്നതിന് യാതൊരു മടിയുമില്ല. ഇവിടെ കൊടിയേരിയുടെ ബിനീഷിന്റെ വീടുൾപ്പെടെ ആക്രമിക്കാൻ തയ്യാറായി. ഇവിടെ സൂചിപ്പിച്ചു കൗൺസിലർ ബിനുവിന്റെ വീട്ടിൽ കയറി ആക്രമിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ വന്നു. പക്ഷെ അതിനെ പാർട്ടി എന്നുള്ള തരത്തിൽ ഒരിക്കലും അതിനെ ഒരു പാർട്ടിയുടെ ഓഫീസിൽ കയറി ആക്രമിക്കുന്നതിന് CPM അംഗീകരിക്കുന്നില്ല. വീട്ടിൽ കയറി ആക്രമിക്കുന്നതിന് നമ്മൾ അംഗീകരിക്കുന്നത് ഇല്ല. അതിന് തെളിവായി സംഘടനാപരമായ നടപടികൾ എടുത്തിട്ടുണ്ട്. ഇന്ന് വരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് വിധേയായി കൊല ചെയ്യപ്പെട്ടിട്ടുള്ളവർ ആരാണ്? കൊലക്കത്തിക്ക് ഇരയായിട്ടുള്ളവരാരാണ്? അതിന്റെ കണക്കെടുക്കാം. വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, അതിന്റെ കണക്കെടുത്ത് വെച്ചിട്ട് നമുക്ക് ചർച്ച നടത്താം. കൃത്യമായി ഓരോ ജില്ലയും നമുക്ക് ഈ കണക്ക് പരിശോധന ഈ ഘട്ടത്തിൽ വേണ്ട ശ്രീ നൗഷാദ്. അത് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോവുകയുള്ളൂ. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇതിപ്പോൾ എവിടെയാണ് ഇത് ആരാണ് തുടങ്ങിയത് എന്നതോ ആര് അവസാനിപ്പിക്കുമോ എന്നതോ എന്നും നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം സങ്കീർണമാണ് ഈ രാഷ്ട്രീയ സാഹചര്യം എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇതിലേതെങ്കിലും ഒരാൾ കത്തി താഴെ ഇട്ടാൽ ഞങ്ങളും താഴെ ഇടാമെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ആരും കത്തി താഴെ ഇടുന്നുമില്ല. ഇന്നിപ്പോൾ ഗവർണറുടെ നടപടി ഈ വിഷയത്തിൽ അസാധാരണമായ ഒന്നായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഗവർണർ ഇന്ന് മുഖ്യമന്ത്രിയെയും സംസ്ഥാന പോലീസ് മേധാവിയെയും രാജ്ഭവനിലേക്ക് വിളിച്ച് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിരിക്കുകയാണ്. എന്നിട്ടും ഈ വിഷയത്തിൽ ഗവർണർ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നു. ഈ പ്രശ്നത്തിന് അദ്ദേഹത്തിൻ്റെ നിലയ്ക്ക് ഒരു പരിഹാരം കാണാൻ കഴിയുമോ എന്ന്. എന്താണ്? കോടിയേരി ബാലകൃഷ്ണനെ വിളിച്ചു, കുമ്മനം രാജശേഖരനെ വിളിച്ചു. ഇതിലെ കക്ഷികളെ രണ്ടുപേരുടെയും സംസ്ഥാന അധ്യക്ഷന്മാരെ വിളിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ച് ഈ വിഷയത്തിൽ ഗവർണറുടെ ഒരു തീരുമാനം അല്ലെ ഗവർണർ ഇതിൽ അടിയന്തരമായി ഇടപെടാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം അറിയിക്കുന്നു. ആ നിലയ്ക്ക് ഗവർണറും കൂടി മുൻകൈ എടുക്കുന്നു ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ. അസാധാരണമായ സാഹചര്യം ഭരണഘടനാപരമായി കൂടി പരിശോധിച്ചാൽ അസാധാരണമായ സാഹചര്യമാണോ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്? ഇതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനല്ലേ? എന്തുകൊണ്ടാണ് ഗവർണർ അങ്ങനെ ഇപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം അല്ലല്ലോ. ഗവർണർ ഇതിനു മുമ്പ് തന്നെ BJPക്കാർ പരാതി കൊടുത്തു. അന്ന് ഗവർണർ വിളിച്ചു. അന്ന് മുഖ്യമന്ത്രി ഞങ്ങൾ അതിനോട് ചോദിച്ചവരല്ല അന്ന്. പക്ഷെ ഇത് കഴിഞ്ഞ 5-6 ദിവസമായി എന്താ ട്രിവാൻഡ്രത്തെ സ്ഥിതി? ഞാൻ ചോദിക്കട്ടെ, കേരളം ഉണ്ടായതിനു ശേഷം തിരുവനന്തപുരത്ത് ഇത്രയും കാലം പോലീസ് ആക്ട് നടത്തിയ സമയം ഉണ്ടായിട്ടുണ്ടോ? വിമോചന സമരകാലത്ത് പോലും പോലീസ് ആക്ടോടെ പ്രഖ്യാപിച്ചിട്ടില്ല ട്രിവാൻഡ്രം നഗരത്തിൽ. ഇത്തവണ പോലീസ് ആക്ട് നിൽക്കുകയാണ്, നീട്ടിക്കൊണ്ടു പോവുകയാണ്. 5-ാം ദിവസം പോലീസ് ആക്ട് നിൽക്കുന്നു. ആരാ ഉത്തരവാദി? ഇത് രണ്ട് കൂട്ടരും കുറ്റവാളികളാണ്. ഇപ്പൊ നൌഷാദും ഗോപാലകൃഷ്ണൻ തർക്കം ആരാ കൂടുതൽ വരച്ചതെന്ന് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഗവൺമെന്റ് മുഖം നോക്കാതെ അക്രമികളെ അടിച്ചമർത്തണം. ഞാൻ ചോദിക്കട്ടെ, KJ ജോസഫ് എന്നൊരു DGP ഉണ്ടായിരുന്നു, AK ആന്റണി CM ആയിരുന്നപ്പോൾ. 1 മാസം കൊണ്ട് കണ്ണൂർ അങ്ങനെ ശാന്തമാക്കിയില്ലേ? അക്രമം ആര് കാണിച്ചാലും അവരെ അക്രമികളെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ?
ഇപ്പൊ ശ്രീ നൌഷാദിയുടെ വളരെ ആവേശത്തോടുകൂടി രക്തസാക്ഷികളുടെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അക്രമം തള്ളി പറഞ്ഞിട്ടുണ്ടോ? TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കൺവിക്റ്റായ ജീവപര്യന്ത തടവിന് കിട്ടിയ പ്രതിയെ പരോളിൽ കൊണ്ടുവന്ന് കല്യാണം നടത്തിച്ച് കൂടെ MLA പോയ ആ സംസ്കാരം ശരിയാണോ? നിങ്ങൾ തള്ളിപ്പറയുന്ന രണ്ടു കൂട്ടരും പറഞ്ഞു. BJPയുടെ സ്ഥിതി എന്താ? അപ്പൊ രണ്ടു കൂട്ടരും കൂടെ കേരളത്തെ കൊലക്കളമാക്കി മാറ്റുവാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് ഒന്നെങ്കിൽ രണ്ടു കൂട്ടരും കൊലക്കത്ത് താഴെയിടണം. അതിനേക്കാൾ ഇവർ ഞങ്ങൾ പറയുന്നു, ജനങ്ങൾ പറയുന്നു, ഗവൺമെന്റ് ഇടപെടണം, പോലീസ് ഇടപെടണം, അക്രമികളെ പിടിക്കണം. ആരാണ് പുറകെ? അവരെ പിടിക്കാൻ തയ്യാറുണ്ടോ ഗവൺമെന്റ്? അവിടെയല്ലേ പ്രശ്നം. ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് ഇത്രയും എസ്കലേറ്റ് ചെയ്തത്. BJPക്ക് ഈക്വൽ ഉത്തരവാദിത്വമുണ്ട്. അവർക്കും ഞങ്ങൾക്കിപ്പോ സംശയം എന്താ? ഒരു കൂട്ടർക്ക് കോഴ വിവാദത്തിന് രക്ഷപ്പെടണം, വേറൊരു കൂട്ടർക്ക് നടിയുടെ ആക്രമണം, അതുപോലെ കോവളം കൊട്ടാരം കൊടുത്തു. അപ്പൊ ഈ രണ്ടു കൂട്ടരും കൂടെ ജനശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ മനപ്പൂർവ്വം ഉണ്ടാക്കിയ അത് ആരാ സഹിക്കുന്നത്? ജനങ്ങളല്ലേ. ഇന്ന് ട്രിവാൻഡ്രത്ത് എത്ര പെൺകുട്ടികളെ വൈകിട്ട് വന്ന് ഇറങ്ങിയിട്ട് പോകാൻ നിർത്തിലാണ് നിൽക്കുന്നത്? അവർക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. എത്ര കല്യാണങ്ങൾ മുടങ്ങി, എത്ര അടിയന്തര പ്രശ്നം ഉണ്ടായി. ആര് ഉത്തരവാദിത്തം പറയുന്നത്? അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കും BJPക്കും ഒഴിയാൻ കഴിയില്ല. ഗവർണറെ കൊണ്ട് ഇടപെടിക്കേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടായത് ആലോചിക്കണ്ടേ? ഞങ്ങളിൽ സൈഡ് പിടിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവണം. പണ്ട് ഒരിക്കൽ ഉണ്ടായി നയനാരുടെ കാലത്ത്, അദ്ദേഹം വിളിച്ച് തീർത്തു. അപ്പൊ അതുപോലെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ധൈര്യം തീർക്കാൻ കഴിയുന്നില്ല? ആരാണ് അദ്ദേഹത്തിന്റെ കൈപിടിച്ച് പുറകോട്ട് വലിക്കുന്നത്? ജനങ്ങൾക്കറിയേണ്ട അതാണ്. ശ്രീ നൌഷാദ്, ഗവർണർ സർക്കാരിന്റെ ചെവിക്ക് പിടിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ഗവർണർ ഈ വിഷയത്തിൽ വിശദീകരണം തേടുന്നതിന് വേണ്ടി. മുഖ്യമന്ത്രി പറഞ്ഞത് നടപടിയെടുത്തു, പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഒരു കാര്യം താങ്കൾ ഓർക്കണം, ഈ നമ്മളുടെ പോലീസിന് മുഖം നഷ്ടപ്പെടുകയല്ലേ? തിരുവനന്തപുരത്ത് നിരോധനാജ്ഞ പോലീസ് ആക്ട് അനുസരിച്ചുള്ള നടപടികൾ നിലനിൽക്കുകയാണ് അവിടെ രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകുന്നത്. ഒരു 9 മണിക്ക് ഒരു ചെറുപ്പക്കാരനെ റോഡിലിട്ട് വെട്ടിക്കൊല്ലുന്നത്. പോലീസ് എന്ത് ചെയ്യുകയാണ്? പോലീസിന് ഇപ്പോൾ ഇന്റലിജൻസ് മേധാവി പറഞ്ഞത് എന്താണ്? സംഘർഷ സാധ്യത സംബന്ധിച്ച് രേഖാമൂലം സംസ്ഥാന പോലീസിന് ഞങ്ങൾ വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു. തലസ്ഥാനത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വടക്കൻ കേരളത്തിലും പ്രശ്നമുണ്ടാകുമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിന് ഇപ്പോൾ പ്രതികളെ പിടിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഇതൊക്കെ തടയാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും അതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പോലീസിംഗ് സമ്പൂർണ്ണമായി പരാജയപ്പെടുക എന്ന് തന്നെയല്ലേ? അതിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആഭ്യന്തര മന്ത്രിക്ക്, മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. വിജയകുമാറെ, ഈ നമ്മൾ ഒരു കാര്യം മറന്നുപോരുത്. എന്തിനും ഏതിനും ഈ സർക്കാരിനെ കുറ്റപ്പെടുത്തുക എന്ന ഒരു അജണ്ടയുമായിട്ട് നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചർച്ച ചെയ്യാം. ഇവിടെ ഒരു സംഭവം നടന്നു, മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1-2 പേരെയല്ല, 7 പ്രതികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ ക്രിയാത്മകമായി പോലീസ് പ്രതികരിച്ചു എന്നുള്ളതും അതിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് എന്റെ തെളിവിന് മറ്റെന്തെങ്കിലും വേറെ തെളിവ് വല്ലതും വേണോ? പ്രതികളെ പിടിച്ചാലും കുറ്റമോ? അപ്പൊ ചോദിക്കും, പ്രതികളെ പിടിച്ചില്ലായിരുന്നു എങ്കിൽ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതികളെ പിടിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. പ്രതികളെ പിടിച്ചപ്പോൾ പറയുന്നത് കൊലപാതകം എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ലായിരുന്നു. ആ നിലയിലേക്കൊക്കെ നമ്മുടെ നാടെത്തിയിരുന്നെങ്കിൽ എത്രയോ ശോഭനമായിരുന്നു നമ്മുടെ നാടിന്റെ. ശ്രീ നൌഷാദ്, അങ്ങനെ അതിനെ നിസ്സാരവൽക്കരിക്കരുത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2-3 ദിവസമായി രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചു, CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട് ആക്രമിച്ചു. ഇതിനിടയിൽ നഗരത്തിൽ പ്രകടനങ്ങൾക്കും ഒക്കെ പോലീസ് നിരോധനം ഏർപ്പെടുത്തി, സുരക്ഷ വർദ്ധിപ്പിച്ചു, റൂറലിലും അർബനിലും കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചു എന്ന് DGP നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രാത്രി 9 മണിക്ക് RSSന്റെ ഒരു പ്രാദേശിക നേതാവിനെ വെട്ടിക്കൊല്ലുന്നത്. അപ്പോൾ ഇത് പോലീസിന്റെ കാവലിനിടയിൽ കാവൽ നിൽക്കുമ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്ന് DGP പറയുമ്പോൾ ഇത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പോലീസിനെ കൊണ്ട് കൊള്ളില്ല എന്നല്ല. പ്രതികളെ പിടിച്ചു എന്നത് അവിടെ നിൽക്കട്ടെ, തടയാൻ കഴിയുമായിരുന്നുവല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ലേ? മുഹമ്മദ് യാസിനാണ് പറഞ്ഞത് റിപ്പോർട്ട് കൊടുത്തിരുന്നു. നിർത്തുന്നതിനാ പ്രതികളെ പിടിച്ചത് അവിടെ അങ്ങ് നിർത്തുന്ന എന്തിനാ പറയാ? അല്ല, പ്രതികളെ പിടിച്ചത് നമ്മുടെ നാട്ടിലെ കൊലപാതക കേസിലൊക്കെ പ്രതികളെ പിടിച്ചിട്ടുണ്ടല്ലോ, രാഷ്ട്രീയ കൊലപാതക കേസിലൊക്കെ. അല്ല ദിവസങ്ങളോളം എടുത്തിട്ടല്ല, വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ചെറിയ കാര്യമാണോ?
അപ്പൊ ഇവിടെ നിങ്ങളിപ്പോ ഡൊമിനിക് അദ്ദേഹത്തിന്റെ വാദം എന്താണ്? രണ്ടു കൂട്ടരും തുല്യമാണ്. അതെങ്ങനെ പൊരുത്തപ്പെടുന്നത്? അവർ രണ്ടു കൂട്ടരും തുല്യമാണെന്ന് പറയുകയും എന്നിട്ട് അദ്ദേഹം ആക്രമിച്ചതെല്ലാം CPM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ്. അത് അപ്പോൾ അവരുടെ എല്ലാം ഉള്ളിലിരിക്കുന്ന പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഇവിടെ ജയരാജൻ ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ചോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള ആക്രമണ പ്രവർത്തനത്തെ കുറിച്ചൊന്നും അവർ പരാമർശിക്കാതെ പോകുന്നത്. ഇവിടെ വീട്ടിൽ കയറി ആക്രമിച്ച് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ കണ്ണൂരിലായാലും ഈ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ എല്ലാ ജില്ലയിലും RSSന്റെ ആക്രമണത്തിന് വിധേയരായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തകരാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ കണക്കെടുപ്പല്ല. ഏകപക്ഷീയമായ ആക്രമണമല്ലല്ലോ ഇവിടെ നടന്നിട്ടുള്ളത്. RSS പ്രവർത്തകരെയും ആക്രമിച്ചിട്ടുണ്ട്, RSS പ്രവർത്തകർ തിരിച്ചും ആക്രമിച്ചിട്ടുണ്ട്, RSS പ്രവർത്തകരും BJP പ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട്, CPM പ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം പറയേണ്ടത്, ഇതിന്റെ എല്ലാം ഒരു ഭാഗത്ത് CPM തന്നെയാണ് എപ്പോഴും. യുദ്ധം നടക്കുമ്പോ അത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനകീയമായ ജനങ്ങളുടെ പിന്തുണയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ കേരളത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് സംഭവം ഉണ്ടായാലും അതിലൊരു ഭാഗത്ത് CPM ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? സംഘടനയാണ് ഈ ജനങ്ങളുടെ അംഗീകാരമുള്ള സംഘടനയെ. ജനകീയ പ്രശ്നം ഏത് വിഷയം എടുത്താലും വിജയകുമാരൻ CPM കാണുമല്ലോ. കാരണം ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ CPM ഉണ്ടാകും. പക്ഷേ ആക്രമിക്കപ്പെടുന്നവനെയും അക്രമത്തിന് വിധേയനാകുന്നവനെയും അക്രമിയെയും ഒരേ നിലവാരത്തിൽ കാണുന്ന പ്രവണത, അത് ഈ തരത്തിലുള്ള ചർച്ചയാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ CPM-കാരൻ കൊല ചെയ്യപ്പെട്ടാൽ പറയും CPM RSS സംഘർഷം. അതങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുന്നവനെ വീട്ടിൽ കയറി കൊല ചെയ്യപ്പെട്ടിട്ട് CPM RSS സംഘർഷം എന്ന് പറഞ്ഞാൽ മതിയോ? അത് ആക്രമണത്തെ അപ്പൊ അവിടെ വെള്ളപൂശുക. എപ്പോഴും മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു വിഭാഗം CPM-നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അത് ഞങ്ങളുടെ ഒരു അജണ്ടയല്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നേ ഇല്ലാതാകുമായിരുന്ന പ്രസ്ഥാനമായിരുന്നു. കാരണം ഇത്രയും ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഈ പ്രസ്ഥാനം ഇന്നും നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആക്രമണം കൊണ്ടൊരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. പക്ഷേ RSS അങ്ങനല്ല. അവരൊരു ഫാസിസ്റ്റ് സംഘടനയെ ഭീഷണിപ്പെടുത്തി, ജനങ്ങളെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ അജണ്ട നടപ്പിലാക്കുക, തങ്ങളുടെ അധികാരം നടപ്പിലാക്കുക എന്ന വ്യവസ്ഥയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലേ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ഉൾപ്പെടെ കടന്നു കയറി ആക്രമണം നടത്താൻ അവർ തയ്യാറായിട്ടുള്ളത്. അത് നമ്മൾ കാണാതെ പോകുന്ന എന്തിനാ? പിന്നെ ഒരു രാജേഷ് കൊല ചെയ്യപ്പെട്ടു. ഇപ്പോ ഇത് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു, വളരെ ആലോചിച്ച് നടത്തിയുള്ള രാഷ്ട്രീയ കൊലപാതകമേ അല്ല. പക്ഷേ ഒരു സ്റ്റേറ്റ് വൈഡ് ഹർത്താൽ പ്രഖ്യാപിക്കപ്പെടുന്നു. ഇതൊക്കെ ചെറുതായി കാണാൻ വേണ്ടി കഴിയുമോ? അവർക്കിപ്പോ വലിയ വെപ്രാളമാണ്. BJP വന്നു പെട്ടിരിക്കുന്ന നടുക്കടലിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തുരുമ്പായി ഈ വീണ് കിട്ടിയ കൊലപാതകത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ BJP നേതൃത്വം ബോധപൂർവം പരിശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് തെളിവ് തന്നെയാണ് ഈ സ്റ്റേറ്റ് വൈഡ് ഹർത്താലിന്റെ പ്രഖ്യാപനത്തിൽ നിന്നും വരുന്നത്. ഞാൻ ചോദ്യം ആവർത്തിക്കുന്നില്ല ശ്രീ ഗോപാലകൃഷ്ണൻ. അങ്ങനെയാണോ? അതാണോ BJP ഇതിലൂടെ ലക്ഷ്യമിട്ടത്? വീണത് വിദ്യ അല്ലെങ്കിൽ വീണ് കിട്ടിയ ഒരു ആയുധം എന്ന നിലയിലാണോ അതിനെ കണ്ടത് BJP? വിജയകുമാറെ, ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. മിസ്റ്റർ നൌഷാദ്, നിങ്ങളെക്കാൾ മാന്യമായി സംസ്കാരമുള്ളവനാണ് ഞാൻ. കാരണം എന്നെ ആക്രമിച്ചിട്ടും എന്റെ കൈയൊടിഞ്ഞിട്ടും കേരളത്തിലെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഒരാളെ ആക്രമിക്കാൻ പോയ ആളല്ല ഞാൻ. പക്ഷെ നിങ്ങൾ ഈ ചാനലിൽ വന്നിരിക്കുന്നത് തോന്നിവാസം പറയാനാന്ന് പറയാൻ കാരണം, നിങ്ങൾക്ക് ഈ ചാനലിൽ വന്ന് ധാർമ്മികമായിട്ട് ഇതിനെതിരെ സംസാരിക്കാനുള്ള അവകാശമില്ല. ഒരു കൊലക്കേസിലെ പ്രതിയാണ് 49 വെട്ടുവെട്ടിയിട്ട് പാവം ഒരു മനുഷ്യനെ 49 വെട്ടുവെട്ടി. സന്തോഷ് എന്ന് പറയുന്ന RSS പ്രവർത്തകനെ 49 വെട്ടുവെട്ടി കൊന്ന കേസിലെ പ്രതിയാണ് മിസ്റ്റർ നിങ്ങൾ. നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന ധാർമ്മിക രോഷം പറയാൻ, നിങ്ങൾക്ക് ഇവിടെ വന്ന് അക്രമത്തിനെതിരെ പറയാൻ എന്ത് കാര്യം, എന്ത് അവകാശം? 49 വെട്ടുവെട്ടിയ കേസിൽ 5 പ്രതികൾ, അതിലെ വിജയകുമാറിന്റെ മൊഴിയിൽ നിങ്ങൾ പ്രതിയ, അതിലെ 4 പ്രതിയെ പോലീസ് ചാർജ് കൊടുത്തപ്പോ നിങ്ങളെ ഒഴിവാക്കി. EK നായനാരുടെ മന്ത്രിസഭ ഇപ്പോഴും
നടക്കാൻ പോകുന്നത്. അന്ന് നിങ്ങളെ ഒഴിവാക്കിയില്ലെങ്കിൽ കോടതി നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. അന്ന് 5 പ്രതിയെ 4 പേരെ ശിക്ഷിച്ചു, ഒരാളെ മാറ്റി നിർത്തി. ആ മാറ്റി നിർത്തിയാളാണ് നിങ്ങൾ. അവസാനം കോടതി ഇടപെട്ടു. പിന്നീട് എന്നിട്ട് കോടതി ഇടപെട്ടിട്ട് നിങ്ങളെ പ്രതിയാക്കി. ഇപ്പൊ നിങ്ങൾ ചാനലിൽ വന്നിരുന്നിട്ട് ഈ സംസാരിക്കുന്നുണ്ട്. സംസ്കാരം ഉണ്ടല്ലോ. നിങ്ങൾ ഹൈക്കോടതിയുടെ സ്റ്റേയിലായിരിക്കുന്നത്. ഹൈക്കോടതിയുടെ സ്റ്റേ ഇന്നല്ലെങ്കിൽ നാളെ പോയാൽ നിങ്ങൾ ജയിലിലാണ്. ഞങ്ങൾ ആരും ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ല. സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം. ഇത് ഡിവൈഎഫ്ഐയുടെ മീറ്റിംഗ് അല്ല എന്ന് മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ വലിയ അഴിമതി നടത്തിയെന്ന്. കൊല്ലം ഫെസ്റ്റിന്റെ പേരിൽ 4 കോടി തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ നിങ്ങളുടെ പേരിൽ വിജിലൻസ് കേസ് നടത്തുക. എത്ര വിജിലൻസ് കേസുണ്ട് നിങ്ങളുടെ പേരിൽ? എന്റെ കയ്യിൽ റെക്കോർഡുണ്ട്. അതുമാത്രമല്ല, ഡെപ്യൂട്ടി മേയറായിരുന്ന കാലഘട്ടത്തിൽ ADB-യുമായി ബന്ധപ്പെട്ട ലോണിൽ നിങ്ങളുടെ മിസ്മാനേജ്മെന്റിന് എത്ര കേസുണ്ട് നിങ്ങളുടെ പേരിൽ? ഇവിടെ വന്നിരുന്നിട്ട് ഈ രീതിയിൽ കൊലപാതകം നടത്തിയില്ല, ഞങ്ങൾക്കറിയില്ല, ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പറയുന്ന നിങ്ങൾ കൊലപാതക കേസിലെ പ്രതിയ മിസ്റ്റർ. ഞങ്ങളുടെ നേതാവുണ്ടല്ലോ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ഇന്നത്തെ BJP-യുടെ നേതാക്കന്മാർ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ല. ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചതാ. പിന്നെ നിങ്ങൾ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാ ഞാനിത് പറയുന്നത്. ഒരക്ഷരം പറയാനുള്ള അധികാരമോ ധാർമ്മികതയോ നിങ്ങൾക്കില്ല. ഇന്ന് നിങ്ങൾ ഹൈക്കോടതിയുടെ സ്റ്റേയില്ല. ആ സ്റ്റേ പോയാൽ നാളെ ഇരുമ്പഴിക്കുള്ളിലാ മിസ്റ്റർ നൌഷാദ്. പകല് മുഴുവനും ഡിവൈഎഫ്ഐയും CPM-ഉം രാത്രി NDF-ന്റെ ചുമതല വഹിച്ച് നടക്കുന്ന ആളുകളാണ് നിങ്ങളെ മാതിരിയല്ല ഞങ്ങൾ പകലും രാത്രിയും ഒരു മുഖമാ. ഞങ്ങൾ ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാ. പിന്നെ നിങ്ങൾ കുറെ നേരമായി ഇവിടെ വന്നിരുന്നിട്ട് ഒരു ഏകപക്ഷികമാ. കടകംപള്ളി സുരേന്ദ്രന്റെ പ്രൈവറ്റ് സെക്രട്ടറി, ആ പ്രൈവറ്റ് സെക്രട്ടറി ഗിരീഷ് ലാൽ എന്തിനാണ് പോലീസ് ചോദ്യം ചെയ്തത്? ഇപ്പൊ പോലീസ് ചോദ്യം ചെയ്തു ഗിരീഷ് ലാലിനെ. അയാൾ പ്രതിയ, അയാളാണ് കഴിഞ്ഞിട്ടില്ല. ഇനി ഞാൻ പറയാം, പ്രിയ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലല്ല, ഒരു മിനിറ്റ് വിജയകുമാർ, ഒരു മിനിറ്റ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആനാവൂർ നാഗപ്പൻ, അവരുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, അയാൾ ഇവരെ ഒളിപ്പിച്ചത്. ആനാവൂർ നാഗപ്പൻ പാറശാലയിലുള്ളതാണ്. ആ പാറശാലയിലെ ആനാവൂർ നാഗപ്പന് ഈ പ്രതികളെ ഒളിപ്പിച്ചത്. ഇത് വ്യക്തി രാഷ്ട്രീയ കൊലയാണത്രേ. പോലീസ് പലതും പറയും. ആ പോലീസാണല്ലോ ഈ നൌഷാദിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. അന്ന് EK നായന്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ കാര്യം എന്നറിയോ? ഞാനൊരു അഭിഭാഷകനാ. കേസും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് കൊല്ലത്തൊക്കെ ബന്ധമുണ്ട്. ഇന്ന് കേരളത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് CPM-മായി ബന്ധപ്പെട്ട ക്രൈം കേസുകൾ കേരളത്തിൽ എത്ര എണ്ണമാണ് ഒഴിവാക്കിയത് നിങ്ങൾക്കറിയോ? അതായത് കോൺഗ്രസുകാരെ മർദ്ദിച്ചത്, BJP-ക്കാരെ മർദ്ദിച്ചത്, അതുപോലെ CPI-ക്കാരെ മർദ്ദിച്ചത്, അങ്ങനത്തെ 1200 കേസുകൾ തൃശൂർ ജില്ലയിൽ മാത്രം എത്ര കേസാണെന്നറിയോ നിങ്ങൾക്ക്? എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ധാർമ്മിക വ്യക്തിപരമായ ആരോപണമായതുകൊണ്ട് താങ്കൾക്ക് അതിന് മറുപടി പറയാം. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് ഒത്തിരി മാറി സഞ്ചരിക്കുന്നു എങ്കിൽ പോലും വ്യക്തിപരമായ ഒരു ആരോപണം ഉന്നയിച്ചത് കൊണ്ട് ശ്രീ നൌഷാദ് താങ്കൾക്ക് മറുപടി പറയാം. അല്ല, വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിക്കുന്നത് ഈ ചർച്ച ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അപ്പൊ അത് തന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് അവരവരുടെ സംസ്കാരം ഈ പ്രേക്ഷകർക്ക് മനസ്സിലായിക്കൊള്ളും. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തും പറയാം. കാരണം ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ട് എത്രയൊക്കെ കേസിൽ പ്രതിയായിട്ടുണ്ട്. ഇതെല്ലാം എന്റെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് എന്നെ. ജനങ്ങളുടെ ആ ജനാധിപത്യപരമായി അവർ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന സംസ്കാരം, അതാണല്ലോ നിങ്ങളുടെ എന്നുമുള്ള സംസ്കാരം. ജനാധിപത്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ ഫാസിസത്തെയാണ് അംഗീകരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞതും അത് തന്നെയാണ്. പിന്നെ ഹൈക്കോടതിയിലെ സ്റ്റേയിൽ നിൽക്കുന്ന എന്ന് അദ്ദേഹം തന്നെ പറയുകയും ഞാൻ പ്രതിയാണെന്ന് പറയുക, അതിന്റെ വിരോധാഭാസ. നിയമം അറിയുന്ന നിങ്ങൾ ഇങ്ങനെ വർത്തമാനം പറയുക എന്ന് പറഞ്ഞാൽ എത്രയോ കഷ്ടമാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഞാൻ പ്രതിയാണോ അകത്ത് പോകണോ എന്നൊക്കെ ഉള്ളത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി കേസിൽ ഉൾപ്പെടുക, ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുന്നതിന്റെ ഭാഗമായി കേസിൽ ഉൾപ്പെടുക, അതൊക്കെ സ്വാഭാവികമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ അതിലൊക്കെ പങ്കാളികളാകുന്നത്. നിങ്ങൾ അതിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലല്ലോ. ഇന്നും ഇന്നലെയും നാളെയും നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇല്ലാത്ത ഒരാളിന് സംസ്ഥാന കേട്ടുകേൾവി പോലും ഇല്ല നമുക്ക്.
മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തയാളുടെ സംസ്ഥാന പ്രസിഡന്റായി ഒരു സുപ്രഭാതത്തിൽ അംഗീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മിസ്ഡ് കാൾ വഴി മെമ്പർഷിപ്പ് എടുത്തയാളുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നിങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം അതിനെക്കുറിച്ച് പറയാനൊന്നും ഞാനാളല്ല. പക്ഷേ ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. മിസ്ഡ് കാൾ കൊടുത്ത് മെമ്പർഷിപ്പിലേക്ക് കടന്നു വരുന്ന ഒരാളിനെ ഇവിടെ താഴെ തട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്നവരുടെ അല്ല. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു കോഴയിൽ MT രമേശ് പൊട്ടിക്കരഞ്ഞു എന്ന്. എന്തിനു പൊട്ടിക്കരഞ്ഞു? എന്താ CPM-കാർ വല്ലതും ആക്രമിച്ചോ അദ്ദേഹത്തെ? MT രമേശ് എന്തിനു പൊട്ടിക്കരഞ്ഞു നിങ്ങളുടെ സംസ്ഥാന സമിതിയിൽ? ഇവിടെ കേരളത്തിലെ ജനങ്ങളെ ഈ നടുക്കയത്തിൽ കടന്ന് അഴിമതിയുടെ നടുക്കയത്തിൽ കടന്ന് മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന BJPക്ക് ലഭിക്കുന്ന ഒരു അവസരം കൊടുക്കണം. BJPയുടെ കെണിയിൽ വീണു എന്ന് നിരന്തരമായി പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇനി BJP ഇതിന്റെ ശ്രദ്ധ തിരിക്കാൻ നടത്തുന്ന ശ്രമമാണെങ്കിൽ അതിന് CPM നിന്നു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പാർട്ടിയുടെയും ഓഫീസ് ആക്രമിക്കുന്നതിനെ നിങ്ങൾ അത് പറഞ്ഞു പോകുമ്പോ CPM-ന്റെ കേന്ദ്ര ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല. അതിനർത്ഥം എന്താണ്? നിങ്ങളുടെ അണികളുടെ മേൽ നേതാക്കന്മാർക്ക് നിയന്ത്രണമില്ല എന്നല്ലേ? പാർട്ടി ഓഫീസ് ആക്രമിക്കരുതെന്ന് പറഞ്ഞു, നേതാക്കന്മാരുടെ വീടുകൾ ആക്രമിക്കരുതെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി. എന്നിട്ടും അത് സംഭവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അണികളുടെ മേൽ നിങ്ങൾക്ക് നിയന്ത്രണമില്ല എന്നാണല്ലോ. അല്ല, ഞങ്ങളുടെ അണികളെ അല്ലേ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റൂ? IP ബിനു നിങ്ങളുടെ അണികളല്ലേ? IP ബിനു ആരാണ്? ഞങ്ങളുടെ അണികൾ ആരാണ്, ഞങ്ങളുടെ മെമ്പർഷിപ്പിലുള്ള ആരാണെന്ന് നിങ്ങളാണോ നിശ്ചയിക്കുന്നത്? പ്രതികൾ ആരും തന്നെ CPM-മായി ബന്ധമുള്ളവരല്ല എന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാലും പിന്നെ നിങ്ങളാണോ നിശ്ചയിക്കുന്നത്? നൗഷാദ്, ഞാനതല്ല ചോദിക്കുന്നത്. പാർട്ടിയുടെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കുന്നുകുഴിയിലെ കൗൺസിലർ ബിനു CPM നേതാവല്ലേ? അല്ല, ബിനുവിനെ നടപടിയെടുത്തല്ലോ. അല്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പാർട്ടി നേതാക്കന്മാർ പറയുന്നത് പ്രവർത്തകർ കേൾക്കുന്നില്ല, അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ ആക്രമിക്കാൻ ഞങ്ങളൊരു കൊച്ചു പാർട്ടിയല്ലേ? അതിന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ ആക്രമിക്കാൻ തയ്യാറായില്ലേ? ഞങ്ങളുടെ നിരവധി പാർട്ടി ഓഫീസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ BJP-ക്കാർ ആക്രമിച്ചില്ലേ? അവർ കയ്യേറിയില്ലേ? എത്രയോ ഓഫീസുകളാണ് കണ്ണൂർ ഉൾപ്പെടെ ബോംബെറിഞ്ഞ് തകർത്തിട്ടുള്ളത്. അതാണ് പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുന്നത്. ആക്രമിക്കാൻ പാടില്ല എന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന സമാധാന യോഗത്തിലെ തീരുമാനം അട്ടിമറിക്കപ്പെട്ടത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇത് രാഷ്ട്രീയ കൊലപാതകമാക്കി കേരളത്തെ രാഷ്ട്രീയത്തിന്റെ സംഘർഷ വേദിയാക്കി മാറ്റാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അത് നന്നായി തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ നിഷ്പക്ഷമായി മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനമെടുക്കുന്ന, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സംവിധാനത്തെ സജ്ജമാക്കി എടുക്കുന്നതിൽ വിജയിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. ഇവിടെ എന്താണ് ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ നടിയെ ആക്രമിച്ച കേസും ഇതുമായിട്ട് എന്ത് ബന്ധമാണ്? നട്ടാക്കുരുക്കാത്ത നുണകളും വന്നിരുന്നിട്ട് ചാനൽ പറയുക എന്ന് പറഞ്ഞാൽ എത്രയോ കഷ്ടമാണ്. ഡൊമിനിക് പ്രസന്റേഷൻ ഇന്ന് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF കോഴിക്കോട്ട് സംഘടിപ്പിച്ച ഉപവാസത്തെ പറ്റി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഞാനത് ഒരിക്കൽ കൂടി അതിന്റെ വിശദാംശങ്ങൾ താങ്കളെ അറിയിക്കാം. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് നടത്തിയ ഉപവാസത്തെ കോടിയേരി പരിഹസിക്കുകയായിരുന്നു. ഹർത്താൽ ദിനത്തിൽ ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാകാം ചെന്നിത്തലയും കൂട്ടരും ഉപവസിക്കുന്നതെന്നാണ് കോടിയേരി ഈ വിഷയത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കോടിയേരി എന്താണ് പറഞ്ഞതെന്ന് താങ്കൾക്ക് കേൾക്കാം ഇപ്പോൾ. ഇന്ന് പക്ഷേ ഈ പെട്ടെന്നുള്ള ഹർത്താലായതുകൊണ്ട് പലർക്കും ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അവർ ചെന്നുപെട്ട സ്ഥലം ഉച്ചഭക്ഷണം കിട്ടാത്തൊരു സ്ഥലമായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടായിരിക്കാം അവരും ഒരു നിരാഹാരം നടത്തണമെന്ന് ഉദ്ദേശിച്ചത്. ഈ ചെന്നിത്തല കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആ സമയത്ത് കേരളത്തിൽ എത്രയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. CPM-ന്റെ 27 ആളുകളെയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ BJP-ക്കാർ കൊലപ്പെടുത്തിയത്. അന്ന് ഒരു ദിവസം പോലും, ഒരു നേരത്തെ ഭക്ഷണം പോലും ഉപേക്ഷിക്കാൻ ഈ ചെന്നിത്തലക്ക് അന്ന് തോന്നിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഒരു ദിവസമെങ്കിലും ഒരു നിരാഹാരം ഇരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഈ വാക്കുകളിലെ പരിഹാസത്തിന് മറുപടി ഉണ്ടോ? മറുപടി ഇന്ന് കോഴിക്കോട് മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇതുപോലെ ഉപവാസം ഇരുന്നിട്ടുണ്ട്. കൊച്ചിയിലുണ്ടായിരുന്ന 1 മണിക്കൂർ ഉപവാസം. ഞങ്ങൾ ഗാന്ധിയൻ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. കോടിയേരിയുടെ ഒരു കാര്യം പറയുന്നുള്ളൂ.
നിങ്ങളുടെ ഈ നിലപാടുകളാണ് കേരളത്തിൽ രാഷ്ട്രീയ അക്രമങ്ങൾ പെരുക്കുന്നത്. ഈ 15 മാസം കൊണ്ട് 19 ആക്രമണം നടന്നു. നൗഷാദ് എന്താ പറയുന്നത്? കൂടുതൽ മരിച്ചത് ഞങ്ങളുടെ ആൾക്കാരെന്നാണ്. അതാണോ എൻ്റെ മറുപടി? എന്തുകൊണ്ട് ഇത് കൊലപാതകം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? ഞാനിവിടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് ശരിയല്ല. അത് അദ്ദേഹം കുറച്ചുകൂടെ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. നമ്മളിവിടെ പരസ്പരം പറയാൻ വേണ്ടി വന്നല്ലോ. നമുക്ക് ഈ കാര്യം നിഷ്പക്ഷമായ അഭിപ്രായം പറയണം. ഞങ്ങൾ പറയുന്നു, നിങ്ങൾ 2 ഭരിക്കുന്ന പാർട്ടികളല്ലേ? ഒരു കൂട്ടർ കേന്ദ്രം ഭരിക്കുന്നു, ഒരു കൂട്ടർ കേരളം ഭരിക്കുന്നു. നൗഷാദ് ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. UPA ഗവൺമെന്റ് മാതിരിയല്ല NDA ഗവൺമെന്റ്. ഞങ്ങള് പല കാര്യങ്ങളിലും ഞങ്ങൾ നിയന്ത്രണം പാലിക്കുന്ന ഗവൺമെന്റ് ആയിരുന്നു. പക്ഷേ അന്ന് ഇതിനു മുമ്പത്തെ VSന്റെ ഗവൺമെന്റ് ഉള്ളപ്പോഴൊന്നും ഗവർണർ ഇടപെട്ടിട്ടില്ല. അറിയാമല്ലോ, അന്നും കേന്ദ്രം ഭരിച്ചത് UPA ഗവൺമെന്റാണ്. പക്ഷേ ഇത്തവണ BJP തക്കം പാർത്തിരിക്കുകയാണ്. എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ ഇടപെടുക. ഇതിൽ മാത്രമല്ല, അവർ പലതിൽ ഇടപെട്ടിട്ടുണ്ട്. വൈസ് ചാൻസലർമാരുടെ മീറ്റിംഗ് വിളിച്ചു വിട്ടില്ല ഗവർണർ. നിയമന അധികാരമുണ്ട്, പക്ഷെ പണ്ടങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് ഏകപക്ഷീയമായി പോകുന്ന ഗവൺമെന്റാണ്. MLA-മാരെ വിലക്കെടുക്കുന്ന ഗവൺമെന്റാണ്. അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണ്ടേ CPM മുന്നോട്ട് പോകാൻ, ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ? അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, കേരളത്തിലെ ഒന്നാമത്തെ സ്റ്റേറ്റ് സബ്ജക്റ്റ് ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ എന്ത് നടന്നാലും ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. അതിന് നിങ്ങൾ സ്വയം നിയന്ത്രണം പാലിക്കണ്ടേ? നിങ്ങളും ആയുധം കൈയെടുത്താലോ? അത് പറയുമ്പോഴേക്കും പറയും കോൺഗ്രസ്സുകാരും കൊന്നു. അതല്ലല്ലോ മറുപടി. അതുകൊണ്ട് അക്രമം അവസാനിപ്പിക്കാൻ ഒരു പാർട്ടി ഓഫീസ്, നിങ്ങളുടെ പാർട്ടി ഓഫീസ് ആക്രമിക്കാൻ പാടില്ല, BJPയുടെയും പാടില്ല. ഇപ്പൊ കണ്ണൂർ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ കല്ലേറുണ്ടായി. ശ്രീ P.J. രാജൻ അവിടെ വന്നു. ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ ആയുധം ഒന്നെങ്കിൽ സ്വയം താഴെ വെക്കാൻ പറയുക. ഈ ഇപ്പൊ നൗഷാദ് പറഞ്ഞ എന്താ, ഞങ്ങള് അവരെ പാർട്ടി പുറത്താക്കി, അതുകൊണ്ട് തീരുവോ? എന്തുകൊണ്ട് ബിനുവിനെ പോലെ ഒരു കൗൺസിലർ, അദ്ദേഹം തന്നെ ബൈക്കിൽ പോയാണ് അവിടെ ആ ഓഫീസിൽ പോയി തല്ലിപ്പൊളിക്കാൻ പോയത്? അദ്ദേഹം ഒരു നേതാവല്ലേ, പ്രാദേശിക ഒരു ജനപ്രതിനിധിയില്ല, ചെയ്യാവോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അക്രമത്തെ തള്ളിപ്പറയണം, അക്രമത്തിന് കൂട്ടുനിൽക്കരുത്. ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന പ്രതികൾക്ക് വേണ്ടി നിങ്ങൾ പരോളിലിറക്കി അവരെ മഹത്വവൽക്കരിക്കരുത്. ഒരിക്കലും അക്രമം ചെയ്യുന്നവരെ തള്ളിപ്പറയണ്ടേ? അത് പറയാത്ത കാലത്തോളം നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി കേരള ജനങ്ങൾ വിശ്വസിക്കില്ല. പിന്നെ കോടിയേരിക്ക് ഞങ്ങളെ ഒക്കെ ഇത് ചെയ്യാം. ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഏതായാലും കോടിയേരിയുടെ വീടൊന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. തൊഴിലാളി വർഗ നേതാവിന്റെ വീട് ഞങ്ങൾ TV-യിൽ കണ്ടു, ബിനുവിന്റെ. അപ്പൊ അത് മറ്റേ ബിനീഷ് കോടിയേരിയുടെ. അപ്പൊ ഈ പറയുന്നവരൊക്കെ സ്വയം ആലോചിക്കുക, നിങ്ങൾ എവിടെ ഇരിക്കുന്നു? ചില്ലി വേണ്ട ഇരുന്ന് കല്ലെറിയരുത്. അത് മാത്രമേ എനിക്ക് കോടിയേരിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുള്ളൂ. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളല്ലേ കേരളത്തിൽ. അത് അദ്ദേഹം എന്താ പറയുക, ചെന്നി തലയല്ലേ? അത് അദ്ദേഹത്തിന് നമസ്കാരം. ഒരു സംസ്ഥാന പാർട്ടി CPM-ന്റെ സെക്രട്ടറിക്ക് യോജിച്ചതാണോ ഒരാളുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിക്കുന്നത്? ഈ നിങ്ങളുടെ നിലപാടാണ് കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും കോടിയേരിയെ പോലുള്ള ഒരു നേതാവ് മാന്യതയോടെ സംസ്കാരത്തോടെ സംസാരിക്കണം എന്ന് മാത്രമേ എനിക്കതിനെ പറ്റി പറയാനുള്ളൂ. ഞങ്ങൾ അവരുടെ സംസ്കാരത്തിൽ പറയാൻ ഞങ്ങൾക്ക് അർഹരല്ല, ഞങ്ങൾ പറയത്തുമില്ല. ഞങ്ങളുടെ സംസ്കാരം അതല്ല. പിന്നെ ചെന്നിത്തലയെ കളിയാക്കിക്കൊണ്ടൊന്നും പ്രശ്നം തീരില്ലല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി ഇതിന് വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ കേരളം ഭരിക്കുന്നവരാണ്, അതുപോലെ BJPയും നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്നവരാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ കേരളത്തെ ഇന്ന് കൊലപാതകങ്ങളുടെ രാഷ്ട്രീയമാക്കി മാറ്റുകയാണ്. ഇത് അവസാനിപ്പിച്ചേ മതിയാകൂ. അതിന് ജനങ്ങളുടെ മനസാക്ഷി ഉണർത്തുന്നതിന് വേണ്ടിയാണ് ശ്രീ ഹസനും ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ കോഴിക്കോടും സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസ് നേതാക്കൾ ഉപവാസം വരുന്നത്. അത് മനസ്സിലാക്കുക. നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങള് ലക്ഷ്യത്തെ ന്യായീകരിക്കുന്നു പറഞ്ഞ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. നിങ്ങൾക്ക് ഏത് മാർഗം ഉപയോഗിക്കാം. പലപ്പോഴും നിങ്ങൾ അക്രമത്തിന്റെ മാർഗം ഉപയോഗിക്കുന്നു ലക്ഷ്യം നേടാൻ വേണ്ടി. അതൊരിക്കലും ഇന്ത്യൻ ജനത അംഗീകരിക്കില്ല, കേരള ജനത അംഗീകരിക്കില്ല എന്ന് മാത്രമേ എനിക്ക് ഓർപ്പിക്കാനുള്ളൂ. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ എന്ത് ഇടപെടൽ ഉണ്ടാകണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്? BJP നേരത്തെ ഈ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഒരു ഘട്ടത്തിൽ ഗവർണറെ കണ്ട ഒരു നിവേദനം കൊടുത്തിരുന്നു. അന്ന് ഗവർണർ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടുകയും വിശദീകരണം എന്താണ് എന്ന് പിന്നീട് BJP നേതാക്കളെ അറിയിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ വീണ്ടും ഇത്തരം രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, അത് മറ്റ് ജില്ലകളിലേക്ക് വ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നു. BJP എന്ത് ഇടപെടൽ വേണം എന്നാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്?
ഞങ്ങൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ പോകുന്നതും ആവശ്യപ്പെട്ട കാര്യവും ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് ഡൊമിനിക് പ്രസന്റേഷനും അതുപോലെ മിസ്റ്റർ നൌഷാദും ഞാൻ വ്യക്തിഹത്യയോ അല്ലെങ്കിൽ വ്യക്തിപരമായി സംസാരിച്ചതല്ല. നിങ്ങൾ സംസാരിച്ചപ്പം സംസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പറയേണ്ടി വന്നു. പിന്നെ ഒരു കാര്യം, ആറ്റുകാൽ ഉണ്ണി എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 1 മണിക്കൂറിനുള്ളിൽ 30 വീടുകൾ അടിച്ച് തകർക്കുന്നത് ആസൂത്രിതമായ പ്ലാനിന്റെ അടിസ്ഥാനത്തിലല്ലേ? തിരുവനന്തപുരം ഈ കഴിഞ്ഞ 2 ദിവസത്തെ അക്രമത്തിൽ വീട് ആക്രമിച്ചത് ആരാണ്? ആദ്യം ആക്രമിച്ചത് ആരാണ്? 1 മണിക്കൂറിനുള്ളിൽ 16 വീട്. ആറ്റുകാൽ ഉണ്ണി എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി അതിന്റെ പിന്നില് കഴിഞ്ഞില്ല. ഇപ്പോ ആനാവൂർ നാഗപ്പനും കടകംപള്ളി സുരേന്ദ്രനും ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളതിന്റെ തെളിവല്ലേ? കടകംപള്ളി സുരേന്ദ്രന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ലാലിനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത് തൽക്കാലം വിട്ടയച്ചു. അടുത്തത് എത്ര അക്രമമുണ്ടായി? 3 പ്രാവശ്യം BJP ഓഫീസ് തകർത്തു, 2 പ്രാവശ്യം ബോംബെറിഞ്ഞു, 1 പ്രാവശ്യം ഒ രാജഗോപാൽ എന്ന് പറഞ്ഞൊരു മഹാമനുഷ്യൻ അദ്ദേഹത്തിന്റെ ഓഫീസ് തകർത്തു. എത്ര കൗൺസിലർമാരുടെ വീട് തകർത്തു, എത്ര കൗൺസിലർമാരെ ആക്രമിച്ചു. 160 സംഭവങ്ങളാ 1 വർഷത്തിന്റെ ഉള്ളിൽ. ഇത് ആസൂത്രണമല്ല എന്ന് പറയാൻ പറ്റുമോ? 1 മണിക്കൂറിനുള്ളിൽ 16 വീട്. എന്താ കാരണം? ഇനിയും അക്രമം നടന്ന സ്ഥലങ്ങൾ നിങ്ങൾ നോക്കൂ വിജയകുമാറെ. ഇവർക്ക് ബാലികേറാമലയായിട്ടുള്ള, ഇവർക്ക് കടന്നു കയറാൻ പറ്റാത്ത സ്ഥലത്ത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അവർക്ക് കഞ്ചാവ് കൊടുത്തിട്ടാണ് ഇവർ വിട്ടത്. അവരുടെ മുഴുവൻ പ്രതികളുടെ ഡീറ്റെയിൽസ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അവർക്ക് മുഴുവനും കഞ്ചാവ് കേസുകളിൽ പലരും അടിമകളാണ്. CPM ഉം DYFക്കാരും കൊണ്ടു നടക്കുന്നത്. ഇപ്പോ വിലാപയാത്ര ഒരു കണ്ണൂരിൽ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ, തിരുവനന്തപുരത്തെ ആ സംസ്കാരം ഇല്ലാത്തതാ. വിലാപയാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിലാപയാത്രയുടെ പിന്നില് ആക്രമിച്ചവരാ. ഇന്ന് ഞങ്ങൾ സംയമനം പാലിച്ചില്ലേ? വിലാപയാത്രയിൽ 2 വണ്ടികൾ കത്തിച്ചു. ഇന്ന് നിങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ ഒരുപക്ഷെ അതുണ്ടാവും. ഞാൻ പറയുന്നത് വിജയകുമാറെ, കേരളത്തില് എത്രയെത്ര കൊലപാതകങ്ങൾ, അമ്മമാരുടെ കണ്ണീര്, ചെറുപ്പക്കാരുടെ ഈ രക്തം, കൈകളിൽ രക്തക്കറകളുമായിട്ടാണ് CPMന്റെ എല്ലാ നേതാക്കന്മാരും ഇന്ന് ഇരിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് പോലീസിൽ വിശ്വാസമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രതിയെ ഒഴിവാക്കി, ആ പ്രതിയെ പോലീസാണ് ഒഴിവാക്കിയത്. ഈ ബിനുവൊക്കെ നാളെ കേസിൽ ചാർജ് കൊടുക്കുമ്പോൾ ഉണ്ടാകുമെന്ന് എങ്ങനെ അറിയാം? ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ഈ ഭരണം. പിന്നെ ഇവർ ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? BJPക്കാര് അഴിമതി. അങ്ങനെയാണെങ്കിൽ കോവളം കൊട്ടാരം ഒരു വലിയ കോർപ്പറേറ്റിന് കൊടുത്തതിന്റെ പേരിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനാമിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റിന് കോവളം കൊട്ടാരം കൊടുത്തതിന് വേണ്ടിയാണോ, അതിൽ മറയ്ക്കാൻ വേണ്ടിയാണോ കാരായി രാജനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അക്രമം നടത്തുന്നത് എന്ന് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. ഇവരുടെ ഐസക്കിന്റെ മക്കള് അമേരിക്കയില്, കൊടിയേരിയുടെ മക്കള് ദുബായില്, പിണറായിയുടെ മക്കള് അമേരിക്കയില്, ശ്രീമതി ടീച്ചറുടെ മക്കള് വെളിയില്, പാവപ്പെട്ട ചെറുപ്പക്കാരെ മയക്കുമരുന്ന് കൊടുത്ത്, കഞ്ചാവ് കൊടുത്ത് ഇങ്ങനെ ആളുകളെ കൊല്ലാൻ വിടുന്നത് നിർത്തന്നെ. നൗഷാദെ, പോയി പറ കൊടിയേരിയോട് കുറച്ചുകൂടെ സംസ്കാരത്തോടെ പ്രവർത്തിക്കാൻ. നമുക്ക് ആയുധം താഴെ വെക്ക്. നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി വിചാരിക്കാതെ കേരളത്തിൽ സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ ആയുധം താഴെയിട്. ഞങ്ങൾക്ക് അക്രമത്തോട് താല്പര്യമില്ല. ആയുധം എടുത്ത് അക്രമം നടത്തി കേരളത്തെ ഇല്ലാതാക്കാൻ നോക്കരുത്. അങ്ങനെ ഇനിയും നിങ്ങൾ നടക്കിയാൽ, ഇന്നിപ്പോ ഗവർണർ ഇടപെട്ടു, ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ചു. നാളെ ഗവർണർ അല്ല ഇടപെടാൻ പോകുന്നത്. അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. പോലീസിലുള്ള വിശ്വാസം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പോലീസിലുള്ള വിശ്വാസം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന, കഞ്ചാവ് കൊടുത്ത് 16 വയസ്സിന് താഴെയുള്ള പിള്ളേരെ വിട്ട് ആളുകളെ കൊല്ലുന്ന, അച്ഛനെയും മകനെയും കൊല്ലുന്ന അമ്മമാരുടെ കണ്ണീര് കൊണ്ട് ശാപമായിട്ട് ഭസ്മീകരിക്കാൻ പോവുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ത്യയിൽ നിങ്ങൾ നശിച്ചു. ഇനി ആകെയുള്ളത് കേരളത്തില. നിർത്ത് നൗഷാദെ, നിർത്ത്. ഈ അക്രമം അവസാനിപ്പിക്കുക. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തമില്ലേ? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നിരന്തരമായി ആവർത്തിക്കുന്നത് സംസ്ഥാനത്ത്? ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെ രാഷ്ട്രീയ അതിക്രമങ്ങൾ ഉണ്ടാകുന്നില്ല, രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നില്ല. കേരളത്തിൽ നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിരന്തരമായി ഇതുണ്ടാകുന്നു. മറ്റു ജില്ലകളിലേക്ക് ഇപ്പോൾ വ്യാപിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് CPIM ഉണ്ട്. ഞാൻ പറയുന്നത് CPM ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഏതെങ്കിലും പ്രകോപനം എവിടുന്നെങ്കിലും ഉണ്ടായാൽ അതിനെ അതേ നിലയിൽ നേരിടുകയാണോ വേണ്ടത്? കഴിഞ്ഞ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, പ്രവർത്തകർ പ്രകോപനങ്ങളിൽ വീഴരുതെന്ന്. നിരന്തരമായി ഈ പ്രകോപനങ്ങളിൽ വീണുകൊണ്ടിരിക്കുകയാണല്ലോ CPM. ഇപ്പോൾ താങ്കൾ പറയുന്നത് ഈ BJP നേതാക്കൾ മറ്റാരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് അവസരമാക്കുന്നു എന്ന് പറയുമ്പോഴും അതിന് ഭാഗമായി നിന്നു കൊടുക്കേണ്ട ആവശ്യം CPM-ന് ഇല്ലല്ലോ. അത്തരക്കാരെ ഒറ്റപ്പെടുത്തുകയല്ലേ വേണ്ടത്? ഇതിലെ ഈ പ്രകോപനങ്ങളിൽ വീഴുന്നു. സംസ്ഥാന ഭരണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടുന്ന പാർട്ടി പ്രവർത്തകർ അത് ആ നിലയ്ക്ക് കാണാതെ മറ്റെന്തിനൊക്കെയോ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് CPM-ന്
വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ പ്രവർത്തനത്തിൽ? തുടർന്ന് അങ്ങോട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? ഇങ്ങനെയാണോ ഇത്തരം വിഷയങ്ങളോട് സമീപിക്കേണ്ടത്? അല്ല വിജയകുമാറെ, അറിയാതെ എങ്കിലും ഈ പൂച്ചു പുറത്തു ചാടി എന്ന് പറയുന്നത് പോലെയാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ചർച്ച ചെയ്ത് അവസാനം വന്നപ്പോ ഞങ്ങൾ ഈ ഗവർണർ ഇടപെട്ടത് പുറമെ ഇനി ഗവർണർ അല്ല ഇടപെടാൻ പോകുന്നത്. അത് ഏത് ഭാഷയാണ്? ഒരു സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നം ഇവിടെ നേരത്തെ ഡൊമിനിക് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന വിഷയമാണ്. അതൊരു ഭീഷണിയുടെ സ്വരമാണ്. ഇതാണ് അവരുടെ ഒരു സ്ഥിരം ശൈലി. പിന്നെ രാഷ്ട്രീയമായി ഇവിടെ ഒരു സംഘർഷമുണ്ടാക്കി ഈ തരത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമായി LDFനും CPMനും നേട്ടമുണ്ടാകുന്നില്ലല്ലോ. അതിൽ നിന്നും രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ പരിശ്രമം അതിനുവേണ്ടി ആർക്കാണ് ആ തരത്തിലൊരു സംഘർഷമുണ്ടാക്കി കേന്ദ്ര ഭരണത്തെയും ഗവർണറെയും ഒക്കെ ഉപയോഗപ്പെടുത്തി ഇടപെടാനുള്ള അവസരം സൃഷ്ടിച്ചെടുക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് നടക്കുന്നത്. ആ രാഷ്ട്രീയ ലക്ഷ്യം അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ RSS ഈ സംഘർഷം വർദ്ധിപ്പിക്കാൻ രാഷ്ട്രീയ ലക്ഷ്യം അവർക്കുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടാണോ BJPയുടെ ഓഫീസിൽ പോയി കല്ലെറിഞ്ഞത് IP ബിനുവും സംഘവും? ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. അല്ല, ഞാൻ താങ്കൾ തീർക്കാൻ അവസരം തരിക. നിങ്ങൾ ഇടയ്ക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. ഇവിടെ ഞങ്ങൾക്ക് സ്വാഭാവികം, അതല്ലേ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഒരിക്കലും പ്രകോപിതരാകരുത് എന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അത് അക്ഷരം പ്രതി CPMന്റെ പ്രവർത്തകർ അനുസരിക്കുന്നു. ഇവിടെ അത് CPM പ്രവർത്തകരല്ലല്ലോ. CPMന്റെ പ്രവർത്തകരെ അണികളെയല്ലേ നിയന്ത്രിക്കാനല്ലേ കോടിയേരി ബാലകൃഷ്ണന്റെ അദ്ദേഹത്തിന്റെ ആഹ്വാനം അത് ചെവിക്കൊള്ളൂ. ഈ നാട്ടിൽ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികൾ അവർ തമ്മിലുള്ള ചേരിപ്പോരിലും കോടിയേരിയുടെ ആഹ്വാനം ഉൾക്കൊള്ളുമോ? നിങ്ങൾ ഈ വിഷയത്തിൽ ഇത് CPM ആണെന്ന് വരുത്തി തീർക്കാനുള്ള രാജേഷിന്റെ കൊലപാതകം മാത്രമല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് നടക്കുന്ന മുഴുവൻ രാഷ്ട്രീയ സംഘർഷങ്ങളും ചേർത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചത് IP ബിനു കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ കേൾക്കാത്ത പാർട്ടി പ്രവർത്തകനാണെന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, IP ബിനുവിന്റെ ബിനുവിന്റെ കാര്യം പറയുമ്പോ അതിനു മുമ്പ് ബിനുവിന്റെ വീട് ആക്രമിച്ച് അമ്മയുടെ മുമ്പിൽ വെച്ച് വരാൻ കയറിയിട്ട് വീട് ആക്രമിച്ച അതെന്താ പറയാത്തത്? അല്ല, അത് സ്വാഭാവികമായി ഞാൻ ചോദിക്കുന്നതല്ല. താങ്കൾ അപ്പോൾ വീട് ആക്രമിച്ചാൽ പാർട്ടി ഓഫീസ് ആക്രമിക്കുമെന്നതാണ് നിലപാടെങ്കിൽ അതങ്ങനെ പറഞ്ഞാൽ മതി. 124-ാമത്തെ മനുഷ്യ അതിനെ രാഷ്ട്രീയമായി ഞങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. അത് നിങ്ങൾ എന്താ കാണാതെ പോകുന്നത്? രാഷ്ട്രീയമായി അംഗീകരിക്കില്ല എന്ന് പറയുന്നത് CCTV ദൃശ്യങ്ങളിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ് പ്രതികളെ കാണിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സംരക്ഷിക്കാൻ പറ്റും? ഇതുവരെ ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ആക്രമിച്ച ഏതെങ്കിലും ഒരു പ്രവർത്തകനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും ഞങ്ങളെ ആക്രമിച്ചതിന്റെ പേരിൽ ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ആക്രമിച്ചതിന്റെ പേരിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു BJP പ്രവർത്തകനെതിരെ BJP സംഘടനാപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? ന്യൂസ് നെറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.